കോട്ടയം തിരുവഞ്ചൂരിൽ യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. BSP പ്രവർത്തകനും വന്നല്ലൂർ കര കോളനി സ്വദേശിയുമായിട്ടുള്ള ഷൈജുവാണ് കൊല്ലപ്പെട്ടത്. പ്രദേശവാസിയായ ലാലു, ഇയാളുടെ സുഹൃത്ത് സിബി എന്നിവരെ അയർക്കുന്നം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. തിരുവഞ്ചൂർ പോളച്ചിറ ലക്ഷംവീട് കോളനിയിലാണ് സംഭവം. വനലൂർക്കരെ കോളനി സ്വദേശിയായ ഷൈജുവാണ് കൊല്ലപ്പെട്ടത്. പോളച്ചിറ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ലാലുവിന്റെ വീടിനോട് ചേർന്ന് റോഡരികിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എങ്ങനെ മരിക്കാമെന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അടുത്തോട്ട് പോയിട്ടില്ല, ഒന്നും കണ്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, ആ ഭാഗത്തെ പോയിട്ടില്ല. പോലീസ് വന്നപ്പോൾ നമ്മളിവിടെ നിൽക്കലാണ്, നമ്മളത് നോക്കുന്നില്ലല്ലോ, നമുക്കറിയുന്നില്ലല്ലോ കൊന്നതാണോ മരിച്ചാണോ ഒന്നും അറിയുന്നില്ല. ലാലുവിന്റെ വീടിന് മുന്നിൽ രക്തക്കറ കണ്ടെത്തി. ഇവിടെ വെച്ച് കൊല നടത്തിയ ശേഷം വീടിന് മുൻപിൽ മൃതദേഹം വലിച്ചിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മദ്യപാനത്തിന് ശേഷമുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകം. ഷൈജുവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയതായി ലാലു മൊഴി നൽകി. ഷൈജുവിന്റെ ശരീരത്തിന്റെ പലഭാഗത്തും മുറിവുകളുണ്ട്. പ്രദേശവാസികളെ ഇവിടെ വന്ന് പോലീസുകാർ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അവരെ ഈ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേന് അയൽവക്കത്തുള്ള ലാലുവിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ലാലു അവിടെ ഇല്ലായിരുന്നു. അവൻ അങ്ങോട്ട് പുറത്തോട്ടങ്ങാണ്ട് പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ മദ്യപിച്ച് ഇതായിട്ട് ഇവിടെ വന്നു. അവനെ എന്നെ പോലീസുകാർ പിടിച്ച് വണ്ടിയിൽ അയർക്കുന്നത്തിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരിങ്ങനെ തിരക്കിയപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞ ഒരാളെ അന്വേഷിച്ച് പോയി അവനെ പിടിച്ച് അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ഇവർ രണ്ടുപേരും ഇപ്പം സ്റ്റേഷനിലുണ്ട്. BSP പ്രവർത്തകനായ ലാലു ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിക്കാൻ പുറത്തു പോയിരുന്നു. പോസ്റ്ററുകൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ജഡം. അടിവസ്ത്രം മാത്രമാണ് മൃതദേഹത്തിലുണ്ടായിരുന്നത്. രാത്രി കൊലപാതകമാണോ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയുടെ ഈ മാർച്ച് 5-ാം തീയതി കോട്ടയം പിന്നക്ക മൈതാനം നടക്കുന്ന ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഞങ്ങളുടെ സജീവ പ്രവർത്തനമാണ് മരിച്ചു ഷൈജു. ഞങ്ങളോടൊപ്പം തന്നെ പോസ്റ്റ് ഒട്ടിയതായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് ഒട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുറെ പോസ്റ്ററുമായി പോകുന്നതാണ്. ഞങ്ങൾ നേരം വെക്കുമ്പോൾ അറിയുന്നത് അദ്ദേഹം ഇവിടെ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ആ പോസ്റ്ററൊക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇട്ടിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ പോലീസുമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവര് 4 പേരെ സംശയാസ്പദ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതേസമയം കൊലപാതകത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പോലീസ് വിശദീകരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.